അഭിവന്ദ്യ ശക്രള്ള ബാവായിൽ നിന്ന് മെത്രപ്പോലീത്ത സ്ഥാനം സ്വീകരിച്ച ശേഷം പമ്പാ നദിയിലൂടെ ജലമാർഗം യാത്ര ചെയ്ത് ഇറപ്പുഴ കടവിലെത്തി. ദേശത്തെ മലങ്കര നസ്രാണികൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ഘോഷയാത്രയായി പഴയ സുറിയാനി പള്ളിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ നായർ മേധാവികൾ വഞ്ചിപ്പുഴ ചീഫിന്റെ കൊട്ടാരത്തിന് മുന്നിൽ കൂടി ഘോഷയാത്ര കടന്നുപോകാൻ അനുവദിച്ചില്ല. ആയതിനാൽ ഘോഷയാത്രയ്ക്ക് മറ്റൊരു വഴി പോകേണ്ടി വന്നു. ആ കാലത്ത് വഞ്ചിപ്പുഴ മേധാവിയുടെ മകൻ രോഗബാധിതനായപ്പോൾ ഒരു വിശുദ്ധന്റെ ശാപം മകന്റെ മേലുള്ളതായി കണ്ട രാജാ ജ്യോതിഷരുടെ നിർദ്ദേശപ്രകാരം വഞ്ചിപ്പുഴ മേധാവി മാർ ഈവാനിയോസിനെ നേരിട്ട് കണ്ട് മാപ്പ് പറയുകയും മകന്റെ രോഗം ഭേദമായതായും പറയപ്പെടുന്നു. അതിന് പ്രത്യുപകാരമായി നികുതിരഹിത ഭൂമിയും സ്വത്തുക്കളും മലങ്കര സഭയ്ക്ക് നൽകി. 1794 പെസഹ വ്യാഴാഴ്ച പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞ മാർ ഈവാനിയോസിന്റെ ഭൗതിക ശരീരം പള്ളിയുടെ തെക്കേ ത്രോണോസിന്റെ മുന്നിൽ സംസ്കരിച്ചു. ഇന്ന് അനേകം ആളുകൾ ഈ കബറിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. മേടം 8-9 ദിവസങ്ങളിൽ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നു. ഇന്നും അനേകായിരങ്ങൾക്ക് ആശ്രയമായി ആ കബറിടം പരിലസിക്കുന്നു.